ഹായ്, എല്ലാവർക്കും മൈവേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ചീസ് ബോൾസിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഇത് ഒരുപാട് വെറൈറ്റിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഇതിലേക്ക് ചീസ് മാത്രമല്ല ചേർത്തിരിക്കുന്നത്, കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്തിട്ടാണ് ഈ ചീസ് ബോൾസ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയം കുറച്ചേറെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ കുറഞ്ഞത് ഒരാഴ്ച വരെ നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് വറുത്ത് കൊടുക്കാം. ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാം. അതല്ലാന്നുണ്ടെങ്കിൽ 4 മണിക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ആ സമയത്ത് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഓർക്കണം കേട്ടോ. നോക്കാം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ചീസ് ബോൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഉപ്പിടാതെയാണ് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണേ. അപ്പൊ ഉരുളക്കിഴങ്ങ് വേവിച്ചു കഴിഞ്ഞാൽ ചൂടോടുകൂടി ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇതായിപ്പോ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് സവാള നുറുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് സ്വീറ്റ് കോൺ വേണമെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചിലവർ ഉള്ളി ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണോ നിങ്ങളുടെ പ്രിഫറൻസ് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ക്യാപ്സിക്കം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത വെളുത്തുള്ളിയാണ്. ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷെ നല്ലൊരു മണം കിട്ടും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സിന് പകരമായിട്ട് പെപ്പർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ്. അതും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് ചീസ്. ഞാനിത് മോസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതും ചേർത്ത് കൊടുക്കണം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ആയിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഏതെങ്കിലും പൊടിയാത്തതുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ നിറയെ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. പക്ഷെ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കാം. കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടി അടുത്തെടുത്ത് വെക്കുക. എന്നിട്ട് കൈ ഇതിലൊന്ന് മുക്കിയിട്ട് വേണം ചെറിയ ചെറിയ ബോൾസുകളാക്കാനായിട്ട്. കണ്ടോ? അപ്പൊ ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. വലിപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിപ്പം എടുക്കാം. ഒട്ടിപ്പിടിക്കും എന്ന് തോന്നുമ്പോൾ നന്നായിട്ട് ഒന്ന് കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ എല്ലാ ബോൾസും തയ്യാറാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കൊരു 16 ബോൾസ് കിട്ടി കേട്ടോ. അപ്പൊ അത് വേരി ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പിനനുസരിച്ചിട്ട് മാറും. ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഈ ഓരോ ബോൾസും നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ റോൾ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ ബോൾസും കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടണം. അകത്ത് നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കോട്ടിങ്ങും കൂടി ഇതിന്റെ പുറത്തേക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമോ,
ഞാനിപ്പോ ഇവിടെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല കട്ടിയിൽ വേണം കലക്കിയെടുക്കാൻ. അതായത് നമ്മുടെ ഇഡലിയുടെ ഒക്കെ മാവുണ്ടല്ലോ, ആ ഒരു പരുവത്തിന് കലക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോ മൈദയല്ലേ ഞാൻ എടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെങ്കിൽ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അതല്ല വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇതായിപ്പോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകൾ ഇല്ലാത്ത രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ മുട്ടയാണ് ചേർക്കണേന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട. അതേസമയം കോൺഫ്ലോർ ആണ് ചേർക്കണേന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഈ ബാറ്ററിലേക്ക് ചേർക്കുക, നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു ബോള് ഞാനിപ്പോ നമ്മുടെ ഈ മൈദാമാവിന്റെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടെ ഒന്ന് മുക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടും. അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇപ്പൊ ഞാൻ എല്ലാം കോട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നിങ്ങൾ മുഴുവനും വറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ എടുത്ത് വെക്കാം. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കുവാണെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പൊ നമുക്ക് എണ്ണ ചൂടായോ എന്ന് നോക്കാം. ദാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും 2 സൈഡും നന്നായിട്ട് മൂത്ത് കിട്ടും. ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുന്നുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇത് പുറത്തേക്ക് ചീസ് മെൽറ്റ് ആയിട്ട് വന്ന കണ്ടോ. ഈ ഒരു ഭാഗം ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഉള്ളതും വറുത്തെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾ ചീസ് ബോൾസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഒരെണ്ണം തുറന്ന് കാണിച്ചു തരാവേ. കണ്ടോ, നല്ല അകത്ത് നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചീസ് ബോൾസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുത്തത് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറയാം കേട്ടോ. ഒരെണ്ണം ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ആ ക്രഞ്ചി ഫീലിംഗ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? നല്ല ടേസ്റ്റി ആട്ടോ. തീർച്ചയായിട്ടും പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. ഇനി മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.